ആഗ്രഹിക്കുന്നു. വായിക്കാം. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ആമേൻ. പ്രവാചകന്മാർ മുഖാന്തരം കർത്താവ് ചില കാര്യങ്ങളെ ആമേൻ സ്തോത്രം തൻ്റെ മക്കളോട് ദൂതായി അറിയിച്ചിരുന്നു. പക്ഷേ ആ പ്രവചനങ്ങൾ നിവൃത്തീകരിക്കപ്പെടുവാൻ ചില കാര്യങ്ങൾ സംഭവിക്കേണ്ട വന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും ദൈവം പറഞ്ഞതായ അരുളപ്പാടുകളെ ദൈവമക്കളെ നിവൃത്തിയാകുവാൻ ചിലത് സംഭവിക്കും. സ്തോത്രം. ആ സംഭവിക്കുന്നതിനെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യല്ലേ? ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അത് മുന്നോടിയായിട്ടുള്ളതാണ്. ആമേൻ. യെശയ്യാ പ്രവാചകൻ മുഖാന്തരമാണ് സർവശക്തനായ കർത്താവിൻ്റെ ദാസരൂപമെടുത്ത് ഒരുവൻ ഭൂമിയിൽ അവതരിക്കുമെന്നും സകല മാനവരാശിയുടെ പാപ മോചനത്തിനു വേണ്ടി ഈഹലോകത്തിൽ ഒരുവൻ ജനിക്കപ്പെടും, അത് കന്യകയിലായിരിക്കുമെന്നൊക്കെ ആമേൻ പ്രവചനമായി അരുളി ചെയ്തതാണ്. നോക്കിക്കേ, ഈ യെശയ്യാ ഈ പ്രവാചക പുസ്തകം BC 740-680 കാലഘട്ടങ്ങളിലാണ് എഴുതപ്പെട്ടത്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവചന പുസ്തകം എഴുതിയത് BC 740-680 കാലഘട്ടങ്ങളിലാണ്. ആമേൻ. അതിനുശേഷം പഴയ നിയമ പുസ്തകത്തിന്റെ അവസാന പുസ്തകമായ മലാക്കി പ്രവചന പുസ്തകം എഴുതപ്പെട്ടത് ആമേൻ BC 433-424 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ വ്യത്യാസം കാലയളവിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. മലാക്കി പ്രവചന പുസ്തകം എഴുതിയതിനു ശേഷം മത്തായി സുവിശേഷം എഴുതപ്പെട്ടത് ആമേൻ നമുക്ക് ചരിത്രം പഠിച്ചു നോക്കിയാൽ 400 വർഷത്തെ ഒരു നീണ്ട ഗ്യാപ്പ് അവിടെ കാണാം. അതിനെ നിശബ്ദ കാലഘട്ടമെന്ന് ആമേൻ ചരിത്ര പണ്ഡിതന്മാരും പലരും എന്ത് ചെയ്യുന്നു? അഭിപ്രായപ്പെടുന്നു, പേര് വിളിക്കുന്നു. നിശബ്ദ കാലഘട്ടം. ആമേൻ സ്തോത്രം. അപ്പോൾ ഈ കാലയളവിനെയെല്ലാം യെശയ്യാ പ്രവാചക പുസ്തകം എഴുതപ്പെട്ടത് മുതൽ ഈ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ ഇടയാകുന്നത് വരെയുള്ള സംഭവ കാലഘട്ടം അത് ഹരിച്ചും കുണിച്ചെല്ലാം നോക്കിയാൽ ഏകദേശം ഒരു അനുമാനം. ആമേൻ. ഞാൻ ഇന്നലെ ഇങ്ങനെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. സ്തോത്രം. ഒരു പ്രസംഗം പ്രസംഗിക്കണം എന്തെല്ലാം കഷ്ടപ്പാടല്ലേ? സ്തോത്രം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ? ഞാനിങ്ങനെ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കണക്ക് കൂട്ടിയൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഒരു 700 വർഷത്തിൻ്റെ ഗ്യാപ്പ് വരുന്നുണ്ട്. എന്താ? ഒരു പ്രവചനം നിവൃത്തീകരിക്കപ്പെടുവാൻ. സ്തോത്രം. ആമേൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആമേൻ നമ്മുടെ മേലുള്ള നിയോഗങ്ങളും നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതികളും നമ്മളോടൊക്കെ അറിയിച്ച പ്രവചന ശബ്ദങ്ങളും ആമേൻ ദൈവിക വാഗ്ദത്തങ്ങളും അരുളപ്പാടുകളും ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലുള്ള വിടുതലുകളും പലപ്പോഴും കിട്ടാൻ താമസം ആമേൻ വരുമ്പോൾ നമ്മുടെ ചങ്കിനകത്ത് ഒരു കാര്യം നമ്മൾ തന്നെ പറഞ്ഞു പഠിപ്പിക്കും. അയ്യോ, താമസിച്ചു പോകുന്നല്ലോ. അയ്യോ, ഇനി ഇത് നടക്കുവോ? ഇനി ഇതൊക്കെ സഫലമാകുമോ? ഇനിയൊക്കെ ഇതൊക്കെ സാധ്യമാകുമോ? എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈർഘ്യമേറിയ കാലഘട്ടം എന്ന് തോന്നുമ്പോഴും ആമേൻ കാലതാമസമാണെന്ന് തോന്നുമ്പോഴും എന്നാൽ ഇവിടെ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ദൈവത്തിന് ഇത് താമസമുള്ളതായിട്ടല്ല, ആമേൻ അവൻ്റെ സമയമായിട്ടില്ല എന്നുള്ളതാണ്. ആമേൻ നമ്മുടെ കാലതാമസം എന്ന് പറയുന്നത് നമുക്ക് ദൈർഘ്യം തോന്നാം, എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നിവൃത്തീകരിക്കപ്പെടുവാൻ തക്ക സമയമാകുമ്പോഴാണ്. ഇന്ന് പകൽ ആമേൻ സ്തോത്രം ഞാൻ പറയാ, കാലതാമസമാണെന്ന് നിന്റെ വിഷയത്തിനകത്ത് ഏതെങ്കിലും ഭാരത്താൽ വേദനയാൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ അണിനിരത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയാ, നിന്റെ ചിന്തകൾക്കകത്ത് നിന്റെ ഹൃദയത്തിനകത്ത് 100 വിധ ചോദ്യങ്ങളാൽ ആമേൻ നിരത്തിയിട്ട് ദൈവത്തോട് കുറ്റവും ചോദ്യങ്ങളും ആമേൻ ആരായുമ്പോൾ ദൈവാത്മാവ് വചനത്തിലൂടെ നിന്റെ തോളിൽ തട്ടിയിട്ട് ഇന്ന് പകൽക്കാലം നിന്നോട് വിളിച്ചു പറയാ, പൈതലേ, നിന്റെ തോന്നലുകളല്ല, നിന്റെ തോന്നൽ ദൈർഘ്യമേറിയതാ. പക്ഷെ എന്റെ ദൈവത്തിന് ആമേൻ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അത് കാലതാമസമല്ല. 700 വർഷത്തിന് ശേഷം ദൈവത്തിന്റെ പ്രവചനം നിവൃത്തിയാകുക ആമേൻ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യന്റെ കണ്ണിൽ ദൈർഘ്യമാണെന്ന് തോന്നാം, എന്നാൽ എന്റെ ദൈവത്തിന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇത് ചെറിയൊരു കാലയളവാണ്. സ്തോത്രം 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 ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കാനാവിലെ കല്യാണത്തിന് യേശു കർത്താവ് ആദ്യമായി ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നാണ് ആമേൻ സ്തോത്രം എന്ത്?
ആമേൻ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, അവിടെ വിഷയങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കണം. കാനാവിലെ കല്യാണത്തിന്റെ യേശു കർത്താവ് ആദ്യമായി ചെയ്ത അത്ഭുതം, സ്തോത്രം, അത് പച്ചവെള്ളത്തെ എന്താണ്? വീഞ്ഞാക്കി. വീഞ്ഞാക്കി. നോക്കിക്കേ, കാനാവിലെ കല്യാണത്തിന് യേശു സജസ്റ്റ് ചെയ്ത ഒരു കാര്യം എന്താ? കൽപ്പനയ്ക്കകത്ത് എന്ത് ചെയ്യണം? വെള്ളം കോരി നിറയ്ക്കണം. ഈ യഹൂദന്മാരുടെ കല്യാണ ഭവനങ്ങൾ, കല്യാണ വീടുകളിലൊക്കെ, സ്തോത്രം, എങ്ങനെയാണെന്നറിയാമോ? അവിടെ എല്ലാം എന്തുണ്ട്? കല്യാണ ഭവനങ്ങൾ വളരെ സന്തോഷകരമാകുന്ന കാര്യങ്ങളാണ് യഹൂദന്മാരുടെ ആചാരമനുസരിച്ച്. നല്ല ഭക്ഷണം, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് യഹൂദന്മാരുടെ വിവാഹ ചടങ്ങിലും വീടുകളിലും. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെയാണ് യഹൂദന്മാരുടെ കല്യാണ വീടുകളിൽ വീഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആമേൻ. മനസ്സിലാക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇടുക്കിയിലൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കണ പോലെ കല്യാണ തലേന്ന് നമ്മളെ വിളിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് കാണും? എല്ലും കപ്പയും കാണും. അയ്യോ, സ്തോത്രം. എല്ലും കപ്പയും നമ്മുടെ ഇവിടെ കാണുന്നത് പോലെ യഹൂദന്മാരുടെ കല്യാണ വീട്ടിൽ എന്തുണ്ടാ? വീഞ്ഞുണ്ട്. അതിനെ മറ്റു പലരും വ്യാഖ്യാനിച്ച് യേശു വാറ്റുകാരനാണെന്ന് പോലും പറയുന്ന സ്തോത്രം. അങ്ങോട്ടൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. ആമേൻ. കാരണം ഈ മെസ്സേജ് ഞാൻ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. സ്തോത്രം. അപ്പം വീഞ്ഞ് യഹൂദന്മാരുടെ കല്യാണ വീടുകളിലും കല്യാണശാലകളിലൊക്കെ എന്തുണ്ട്? സ്തോത്രം, അതൊരു ഭാഗവാക്കാം. ചുരുക്കി പറഞ്ഞാൽ, സമയത്തിന്റെ പരിമിതി മൂലം, കൽഭരണിക്കകത്ത് ആമേൻ യേശു എന്ത് ചെയ്തു? വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഒരു വീഞ്ഞുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര നാളിന്റെ താമസമുണ്ട്? എത്ര നാളത്തെ പഴക്കമുണ്ട്? ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, നിസാര ഒരു അരിഷ്ടം ഉണ്ടാക്കാൻ, എൻ്റെ അമ്മയുടെ ആങ്ങളെ വലിയൊരു അരിഷ്ട കഴിഞ്ഞ ദിവസമാണ് കുടിച്ചു തീർത്ത്. പുള്ളി സ്വതം. അപ്പോൾ ആ അരിഷ്ടം പോലും അങ്ങാടി മരുന്നൊക്കെ ചേർത്ത് കാര്യങ്ങളൊക്കെ വൃത്തിയായി നീറ്റായി ചെയ്തെടുത്ത് അത് പൂർത്തീകരണത്തിലേക്ക് എന്ന് പറഞ്ഞ് എടുക്കാൻ പാകമാകുന്ന സമയമെന്ന് പറയുന്നത് 60 ദിവസം അല്ലെ 90 ദിവസം. അപ്പം നല്ല വീഞ്ഞ് കുടിക്കണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസങ്ങൾക്ക് മുന്നമേ എന്ത് ചെയ്യണം? തയ്യാറാക്കണം, അല്ലേ? തയ്യാറാക്കണം. പക്ഷെ നോക്കിക്കേ, കൽഭരണിയെടുത്ത് മണിക്കൂറുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട വെള്ളം സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ അപ്പൻ വീഞ്ഞാക്കി. എന്ന് പറഞ്ഞാൽ ആമേൻ, ദൈവത്തിന്റെ അത്ഭുതകരമാകുന്ന വീര്യപ്രവൃത്തി വെളിപ്പെടാൻ ചിലത് കല്യാണ വീട്ടിൽ സംഭവിക്കേണ്ട വന്നു. ഇന്ന് പകൽ പറയാം, അബദ്ധം പറ്റി ആമേൻ, ഒരാദ്യത്തെ അത്ഭുതം എന്ന് പറയാൻ തിരുവചനത്തിൽ അച്ചടിച്ച് ഗ്യാപ്പ് നികത്താനല്ല ആ യേശു അത്ഭുതം അവിടെ ചെയ്തത്. ചിലതവിടെ നിവൃത്തീകരിക്കപ്പെടുക, ചിലതവിടെ പൂർത്തീകരിക്കപ്പെടുക. ഞാൻ പറയാം, നിന്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗങ്ങളും പദ്ധതികളും ആമേൻ, ഹല്ലേലൂയ, ദൈർഘ്യമേറിയതായോ സെക്കൻഡുകൾ കൊണ്ടും എന്റെ കർത്താവിന് ചെയ്യാൻ അറിയാമെങ്കിൽ ഇന്ന് നീ വിശ്വസിച്ചിട്ട് ഈ ആലയം വിട്ട് പുറത്തു പോകാമോ? നിന്റെ വിഷയത്തിനകത്ത് സെക്കൻഡുകൾക്കകത്ത് ആമേൻ, ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ആമേൻ പണിതെടുക്കണ്ട, ആമേൻ പുറത്തെടുക്കേണ്ട വീഞ്ഞിനെ സെക്കൻഡുകൾ കൊണ്ട് എന്റെ യേശുവിന് അവിടെ വിളമ്പാൻ കഴിയുമെങ്കിൽ ഇന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാ, ചിലത് നിവൃത്തീകരിക്കപ്പെടുക, ചിലത് പൂർത്തീകരിക്കപ്പെടുക. എന്റെ യേശുവിന് കാലയളവ് ഉണ്ടെങ്കിലും ആമേൻ, സ്തോത്രം, അത് എന്റെ ദൈവത്തിന് അതൊരു ഷോർട്ട് പീരീഡ് ആണ്. നിന്റെ കണ്ണിന് മുമ്പിൽ ദൈർഘ്യമേറിയതായി തോന്നാം, എന്റെ ദൈവത്തിന് അത് ദൈർഘ്യമേറിയതല്ല. എന്റെ ദൈവത്തിന് ദൈർഘ്യമേറിയതല്ല. യെസ്, ആമേൻ. തിരുവചനം പറയുന്നു, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. ആമേൻ. സങ്കീർത്തനം വീണ്ടും പറയുകയാ, നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയോ രാത്രിയിലെ ഒരു യാമം പോലെയോ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ ആയിരിക്കുന്നു. രാംധന അർത്ഥന പ്രമാ സന്ദരാധര ലഗന ദുരികസേരിയാർത്ഥന. എന്റെ ദൈവത്തിന് നിന്റെ 1000 ദിവസം എന്റെ ദൈവത്തിന് ഒരു സെക്കൻഡാ. ആമേൻ, 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 ആമേൻ. സ്തുതിച്ചാട്ട്, സ്തുതിച്ചാട്ട്, സ്തുതിച്ചാട്ട്. നിന്റെ ഭാരമേറിയ വിഷയം നീ 1000 വർഷം കൊണ്ട് നടക്കുന്നത് പോലെ തോന്നിയാലും എന്റെ ദൈവത്തിന് ഒരു യാമം പോലെയാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു വിഷയം എടുത്തിട്ടു, നിങ്ങളുടെ വിഷയം ഒരെണ്ണം ഇങ്ങനെ എടുത്ത് മുമ്പിലിട്ടു, എന്നിട്ട് നിങ്ങൾക്ക് നാളുകളായി ലഭിക്കപ്പെടാത്ത വിടുതല്, അല്ലേ? സ്തോത്രം.
വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി പ്രവചനം കേൾക്കുന്നു, വർഷങ്ങളായി നിലവിളിക്കുന്നു, ഉപവസിക്കുന്നു, ആലോചന കേൾക്കുന്നു. 1000 ദിവസങ്ങൾ, 1000 പ്രസംഗം. രക്ഷിക്കപ്പെട്ടിട്ട് എത്ര പ്രസംഗം കേട്ടു? രക്ഷിക്കപ്പെട്ട് വന്നിട്ട് എത്ര പ്രസംഗം കേട്ടു? എത്ര ദൂത് കേട്ടു? പഞ്ഞമില്ല അല്ലേ? അവൻ ഒരു പഞ്ഞവുമില്ല ദൂതിനും ആലോചനയ്ക്കും. 1000 സംവത്സരം പോലെ കേട്ട് മടുത്ത് താമസമേറി വിടുതലിന് ദൈർഘ്യമേറിയതായി തോന്നുമ്പോൾ തിരുവചനം പറയുന്നു, നിനക്ക് തോന്നുന്ന 1000 സംവത്സരമില്ലേ, എൻ്റെ കർത്താവിന് അതൊരു യാമം പോലെയാ. സ്തോത്രം. ചുരുക്കത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനുവേണ്ടി നീ കാത്തിരുന്നാൽ മതി. ആമേൻ, സ്തോത്രം. അതിന് മുന്നോടിയായി നിന്റെ വിടുതല്, നിന്റെ മേലുള്ള ദൈവിക പ്രവൃത്തികൾ നടക്കുവാൻ ചില പ്രവൃത്തികൾ, ചില കാര്യങ്ങൾ നടപ്പാകേണ്ടതുണ്ട്. ചിലത് നടപ്പാകേണ്ടതുണ്ട്. എന്നാൽ എന്റെ പ്രസംഗത്തിന്റെ ഹെഡിങ് എങ്ങനെയാ? നിവൃത്തിയാകാൻ ചിലത് സംഭവിക്കേണ്ടതുണ്ട്. സ്വോത്രം. നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഒരു നിവൃത്തീകരണം വരാൻ ചിലതൊക്കെ സംഭവിക്കേണ്ടതുണ്ടെന്നേ. അത് കണ്ടുകൊണ്ടൊന്നും ആരും ബേജാറാവണ്ട, അത് കണ്ടുകൊണ്ടൊന്നും ആരും ഭാരപ്പെടണ്ട. ആമേൻ. നിവൃത്തിയാകേണ്ട സമയത്തിന്റെ കർത്താവ് നിവൃത്തീകരിക്കും. സ്വോത്രം. ഹല്ലേലൂയ. ആമേൻ. മത്തായി സുവിശേഷം തന്നെ വായിച്ചു. 2:13-14 വാക്യം പെട്ടെന്ന് വായിച്ചാട്. മതി. നീ ശിശുവിനെ എടുത്തോണ്ട് നീയും മറിയും കൂടെ എന്ത് ചെയ്യണം? സ്ഥലം വിട്ടോണം. ആരെ പറ്റി വെച്ചാ? യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി ആമേൻ ഭൂമിയിൽ വെളിപ്പെട്ടവനെ എടുത്തോണ്ട് രാത്രി സ്ഥലം വിട്ടോണോന്ന്. സ്തോത്രം. ആമേൻ. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ പകുതി പോലും ഇല്ലാതിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്ററിനപ്പുറം യേശു കർത്താവ് ശുശ്രൂഷയ്ക്ക് പോയിട്ടില്ല. സ്തോത്രം. 150 കിലോമീറ്ററിനപ്പുറം യേശു കർത്താവ് ഒരു ശുശ്രൂഷയ്ക്കും പോയിട്ടില്ല. പക്ഷെ കോരിധരിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ആമേൻ, സ്തോത്രം. ഇട്ടായോളം വട്ടത്തിൽ കിടന്ന് ശുശ്രൂഷ ചെയ്ത, അത്ഭുതങ്ങൾ ചെയ്ത യേശുവിനെ ഇന്ന് ലോകം മുഴുവനും പ്രസംഗിക്കുകയാ. സ്തോത്രം. ആമേൻ. സമയത്തിന് പരിമിതി പോലെ ഞാനത് വിടുക. 150 കിലോമീറ്ററിനപ്പുറം ചരിത്രം പഠിച്ചു നോക്കിയാൽ വെളിയിൽ പോകാത്ത യേശു ആദ്യമായിട്ടൊരു വിദേശയാത്ര ചെയ്ത് ഈ പറഞ്ഞ വാക്യമാണ്. ആദ്യമായിട്ടൊരു വിദേശയാത്ര. നമ്മൾ പറയും പ്ലെയിനെ കയറിപ്പോയെന്നല്ലേ, പക്ഷെ പാവങ്ങള് ജീവനും കൊണ്ടുകൂടിയതാ. എങ്ങോട്ടാ? മിസ്രൈമിലോട്ട്. അപ്പന്റെ അമ്മയുടെയും കൂടെ യേശു കർത്താവ് ആദ്യമായിട്ട് ഒരു വിദേശയാത്ര ചെയ്തു. പിന്നെ അത് ചെയ്തിട്ടുമില്ല. സ്തോത്രം. ആമേൻ. ഇവിടെ നോക്കിക്കേ. ആമേൻ. രാത്രി ഇങ്ങനെയുള്ള ക്രിസ്തുവിനെ തോളത്തെടുത്തിട്ട് രാത്രി സ്ഥലം വിട്ടോണം പറയുക. ആരോടാ? സ്തോത്രം. യോസഫിനോട് ദൂതം പറയുക. ആ രാത്രിയിൽ യേശുവിനെ എന്ത് ചെയ്തു? കൊണ്ടുപോയി. നോക്കിക്കോണേ, ഇത്രയും പല സംഭവങ്ങളാ ഞാൻ ചുരുക്കിയ പറയണം. പക്ഷെ ഇതിനകത്ത് കുറെ സംഭവങ്ങൾ നടന്നു. അതിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. നോക്കിക്കേ. ഹെരോദാവിന്റെ മരണ ശേഷം അവൻ അവിടെ പാർത്തു. അത്രേ ഉള്ളൂ. 15-ാം വാക്യം. ശ്രദ്ധിച്ച് ആ വാക്യം എത്ര പേര് ശ്രദ്ധിച്ചു? മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകനോട് അരുളി ചെയ്ത നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ചുരുക്കത്തിൽ പറഞ്ഞ ദൈവാത്മാവ് പ്രവാചകനോട് അരുളി ചെയ്ത പ്രവചനം നിവർത്തീകരിക്കപ്പെടുവാൻ സാക്ഷാൽ മഹിമ വെടിഞ്ഞു വന്ന ക്രിസ്തുവിന് പോലും ചില കഷ്ടത അനുഭവിക്കാൻ, ചില ഒളിച്ചോട്ടം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവവൈതലേ, നീ ദൈവസന്നിധിയിൽ പുറവിറുക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കുറ്റങ്ങളും ആരോപണങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കരുത്. യേശുവിന് പോലും ഒരു ഒളിച്ചോട്ടം ആവശ്യമായിരുന്നു. എന്തിനാണെന്നറിയാമോ? ഒരു മഹത്വമേറിയ ശുശ്രൂഷ തനിക്ക് ഇസ്രായേലിൽ ചെയ്യുവാനുണ്ട്. യഹൂദാ ഗോത്രത്തിൽ സിംഹമായവൻ ദാവീദിന്റെ സന്തതിയായി ആമേൻ സ്തോത്രം ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കാൻ ഒരു മഹത്വമേറിയ ശുശ്രൂഷ, ഒരു വലിയ ദൗത്യം സ്വർഗം അവന് ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ അതിന് മുന്നോടിയായി ചിലത് സംഭവിച്ചേ മതിയാകൂ. ഇന്ന് പകൽ ഞാൻ നിന്നോട് വിളിച്ചു പറയാ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ
പ്രാർത്ഥനയ്ക്കകത്ത് ഒരു മിറക്കിൾ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ചിലത് സംഭവിച്ചേ മതിയാകൂ. അതിനെ കണ്ടു നീ ഭയപ്പെടണ്ട, നീ ചഞ്ചലപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട. അത് സംഭവിപ്പാനുള്ളതത്രേ. ഒന്ന് പറഞ്ഞ്, നിവൃത്തിയാകാൻ ചിലത് സംഭവിക്കണം. നിവൃത്തിയാകാൻ ചിലത് സംഭവിക്കണം. സ്തോത്രം. സമയം മുമ്പോട്ട് വേഗത പോകുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 40 വർഷത്തെ ശുശ്രൂഷ സ്വർഗം ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് 80 വർഷം ഹെരോബിന്റെ പർവ്വതത്തിൽ സ്വർഗപിതാവ് എന്ത് ചെയ്തു? കാത്തിരുന്നു. സ്തോത്രം. അതിനെ കാത്തിരുന്നല്ലേ. കേവലം 40 വർഷത്തെ ശുശ്രൂഷ മോശയ്ക്ക് കൈമാറിക്കൊടുക്കാൻ 80 വർഷമായിട്ട് ദൈവസാന്നിധ്യം അവിടെ വെയിറ്റിംഗ്. ഇവൻ കയറി വരുന്നത് വരെ. സ്തോത്രം. പക്ഷേ 80 വർഷത്തെ ശേഷം കാത്തിരുന്ന മോശയോട് പല കാര്യങ്ങൾ കർത്താവ് എന്ത് ചെയ്തു? ഹാൻഡ് ഓവർ ചെയ്തു. പർവ്വതത്തിൽ നീ എന്ത് ചെയ്യണം? ഇന്നതുപോലെ ചെയ്യണം, ഇന്നടത്ത് പോകണം, ഇന്നപോലെ സംസാരിക്കണം, ഇന്നതുപോലെ എന്നെ വെളിപ്പെടുത്തണം, അല്ലെ, ഇന്നതുപോലെ എന്നെ കുറിച്ച് അവിടെ ഉയർത്തണം, ഫറവോനോട് പറയണം, നീ സംസാരിക്കണം എന്നെല്ലാം നിർദ്ദേശങ്ങൾ യഹോവയായ ദൈവം കൈമാറിയപ്പോഴും വായിക്കണ്ട. പുറപ്പാട് പുസ്തകത്തിൽ മോശ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? സ്തോത്രം. ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. വേറൊരു വാക്യം 4:10 വായിക്കണ്ട. കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും ആകുന്നു എന്ന് പറഞ്ഞ് താൻ എന്ത് ചെയ്തു? സ്തോത്രം. ഒഴിവാകുന്ന ഒരു കാഴ്ച നോക്കിക്കേ. സ്തോത്രം. ഒരു മനുഷ്യന്റെ വായിലെ വാക്കുകൾക്ക് വ്യക്തത ഇല്ല എങ്കിൽ ഒരു ലീഡർഷിപ്പ് നടത്താൻ ഒരുവൻ എങ്ങനെ സാധ്യമാണ്? ഒരു നേതൃത്വം കൊടുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ പറയുന്നത് തിരിയത്തില്ല. തടിച്ച നാക്ക്, വിക്കുള്ള സംസാരം, സാമർഥ്യമില്ലായ്മ. ഒരു നല്ല ഒരു ലീഡർഷിപ്പ് ചെയ്യാൻ തനിക്ക് തന്നെ കഴിയത്തില്ലെന്ന് താൻ എന്ത് ചെയ്തു? രാഷ്ട്രീയ പോരുകളിൽ നമ്മൾ ഈ കാലയളവിലൊക്കെ എടുത്തു നോക്കിയാലേ, അണികളെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വ നിരയിൽ നിൽക്കുന്നവന് എത്രമാത്രം സാമർഥ്യവും വാക്ചാതുര്യവും ആവശ്യമാണ്. ആത്മീക കോളത്തിലും അത് തന്നെയാണ്. അതുപോലെ തന്നെയുള്ള ഒരു അങ്കലാപ്പും വേവലാതിയും ആരുടെ ഹൃദയത്തിലുണ്ട്? സ്തോത്രം. ഈ മോശയ്ക്കുണ്ട്. ഒരു അപകർഷതാബോധം മോശയുടെ ഹൃദയത്തിലുണ്ട്. നോക്കിക്കേ. സ്തോത്രം. തന്റെ ഉൾത്തടത്തിൽ പല ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ വന്നിരിക്കുക. പക്ഷെ നോക്കിക്കേ, ജീവിതത്തിൽ സാമർഥ്യമില്ല, കഴിവില്ല, മിടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയത്തക്ക യാതൊന്നുമില്ലാത്ത മോശയെ ദൈവം ചില ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ സ്വർഗം സെലക്ട് ചെയ്തു. സ്തോത്രം. ഇനി ഞാനൊരു ദൂത് പറയാം. ദൈവത്തിന്റെ നിയോഗം മിസ്രൈമിന്റെ മണ്ണിനകത്ത് നിവർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മോശയുടെ ജീവിതത്തിൽ ചിലത് നിവൃത്തിയാകാൻ ചിലതൊക്കെ സംഭവിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പിഞ്ചു പൈതൽ വളർന്ന് വരുന്നപ്പോഴാണ് രാജ്യത്തിന്റെ ഒരു കൽപ്പന പുറപ്പെട്ടത്. സകല കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? തട്ടിക്കളഞ്ഞണം. സകല ആ കുഞ്ഞുങ്ങളെയും 3 മാസം സ്വന്തം അമ്മ വളർത്തി. പക്ഷെ അതിനുശേഷം തനിക്ക് എന്ത് ചെയ്യാം? ഒളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി. ഈ കുഞ്ഞ് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത്, സങ്കീർത്തനത്തിനകത്ത്, എബ്രായത്തിനകത്തൊക്കെ പല രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഭാഗം അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് അതിനകത്ത് പറയുന്ന ഒരു കുഞ്ഞുണ്ട്. മോശെ കണ്ടിട്ട് ദിവ്യ സുന്ദരനായിരിക്കുന്നത് മാതാവ് കണ്ടു. അപ്പൊ തടിച്ച നാവുണ്ട്, വിക്കനാണ്, നല്ല കഴിവോ മിടുക്കോ ഒന്നുമില്ല. പക്ഷെ കർത്താവ് അവിടെ ഒരു ക്വാളിറ്റി വെച്ചു. ആ ക്വാളിറ്റിക്കകത്താണ് ഫറവോന്റെ പുത്രിയും ദാസിമാരും വീണുപോയത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മനസ്സിലായില്ല. എടാ, ഞാങ്ങണപ്പെട്ടി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അതിനകത്ത് കീലും പശയും തേച്ചിട്ട് കുഞ്ഞിനെ ഞാങ്ങണയുടെ ഇടയിൽ കിടത്തിയിട്ട് സ്ഥലം വിട്ട് മാറി നിൽക്കുകയാണ്. മാറി നിന്നപ്പം ഒരിക്കലും, പണ്ടാരോ പ്രസംഗിച്ചതാ, സ്തോത്രം, അത്രോ സെറ്റപ്പ് ഉള്ള കൊട്ടാരത്തിനകത്ത് കുളിക്കാതെ അന്ന് ഫറവോന്റെ പുത്രി നദിയിൽ കുളിക്കാൻ വന്നു. ചിന്തിക്കാനുള്ള സംഭവം തന്നെയാണേ. സ്തോത്രം.
ആമേൻ. നോക്കിക്കേ, അത്രയും സംവിധാനമുള്ള ആമേൻ കൊട്ടാരത്തിനകത്ത് കുളിക്കാതെ ആമേൻ തോഴിമാരെയും സകലരെയും കൊണ്ട് എവിടെ വന്നു? നദി കുളിക്കാൻ വന്നെന്ന്. അന്ന് അതല്ല ഇവിടുത്തെ വിഷയം. നോക്കിക്കേ, ഇവരുടെ കണ്ണിൽ ഒരു ആകർഷണം, ഇവൻ എബ്രായ പൈതലാണെന്ന്. നോക്കിക്കേ, കഴിവില്ലെങ്കിലും മിടുക്കില്ലെങ്കിലും കർത്താവിന് ചിലതിനെ നിവൃത്തിയാക്കുവാൻ ചിലത് ബാക്കിയാക്കും. ഇന്ന് പകൽ ഞാൻ പറയാം, ആമേ സ്തോത്രം, ഹല്ലേലൂയ. പിഞ്ച് കുഞ്ഞിനെ ആമേ സ്തോത്രം കൊന്നു കളയാതിരിപ്പ നോക്കിക്കോണേ. അവിടുത്തെ എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നുമല്ല, കൊട്ടാരത്തിനകത്ത് ഫറവോന്റെ പുത്രി സ്വന്തം കീശയിലെ കാശെടുത്തിട്ട് സ്വന്തം അമ്മയ്ക്ക് കൊടുത്തു. എന്തിനാ? വളർത്താൻ, ജോലിക്കാരിയായിട്ട് നിൽപ്പാ. നോക്കിക്കേ, എതിര് പുറപ്പെട്ടത് എവിടെ നിന്നാ? ഈ കൊട്ടാരത്തിൽ നിന്നാ. ശ്രദ്ധിക്കണേ, എതിരെവിടെ നിന്നാ പുറപ്പെട്ടെ? കൊട്ടാരം. നോക്കിക്കേ, ആ കൊട്ടാരത്തിനകത്തെ കാശെടുത്ത് അവനെ പോറ്റിച്ചതാണ് നമ്മുടെ കർത്താവ്. അയ്യോ, എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? എന്റെ അപ്പൻ ചിലത് നിവൃത്തിയാക്കുവാ. അവന്റെ അരുളപ്പാടുകൾ ആമേ നൂറ്റാണ്ടുകൾക്കും അപ്പുറം ആമേ സ്തോത്രം സ്വന്തം ജനം കഷ്ടത അനുഭവിച്ച് നിലവിളിക്കുമെന്ന് സ്വർഗത്തിന് അറിയാമായിരുന്നു. പക്ഷേ അന്ന് അവൻ ഒരു പദ്ധതി മോശമേലിട്ടു. ഇവനെ എനിക്ക് ആവശ്യമുണ്ട്, ഇവനെ തള്ളിക്കളഞ്ഞ് ഇവനെ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കിയ കൊട്ടാരത്തിനകത്ത് കാശുകൊണ്ട് എനിക്ക് ഇവനെ വളർത്തണം. ദൈവത്തിന്റെ അരുളപ്പാട്, ദൈവത്തിന്റെ പ്രവചനം, ദൈവത്തിന്റെ നിയോഗങ്ങൾ, ദൈവത്തിന്റെ പദ്ധതികൾ എന്താണെങ്കിലും ഏതാണെങ്കിലും എതിർ നിന്നാലും അവിടെ പോറ്റാൻ, അവിടെ വളർത്താൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കുഞ്ഞിനെ നശിപ്പിച്ച് കളയാതിരിപ്പാൻ കർത്താവ് എന്ത് ചെയ്തു? ജനിച്ചപ്പോഴേ ഡെപ്പോസിറ്റ് ആയിട്ട് ഇച്ചിരി സൗന്ദര്യം കൊടുത്തു. സ്തോത്രം. പക്ഷെ ബാക്കി ചിലയിടങ്ങളിൽ എന്തുണ്ട്? ബലഹീനതയുണ്ട്. ഇന്ന് ബലഹീനതയിൽ നീ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദൂത് പറയാം. നിന്റെ ബലഹീനതയെ നോക്കി നീ നിരാശപ്പെടണ്ട. നിന്നെ പുലർത്താൻ, നിന്നെ ജീവിപ്പിക്കാൻ, മുമ്പോട്ട് പോകാൻ കർത്താവ് എവിടെയെങ്കിലും ഒക്കെ ചില ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായില്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. വിക്കാണെങ്കിലും തടിച്ച നാവാണെങ്കിലും സംസാരിക്കാൻ സാമർഥ്യമില്ലെങ്കിലും ആമേ സ്തോത്രം, അത് മോശ ബലഹീനമായിട്ട് നോക്കുമ്പോൾ ആമേൻ ഒരു പുരുഷായുസ് ജീവിപ്പാ. ആമേ ഫറവോന്റെ പുത്രിയുടെ കാഴ്ചയിൽ സൗന്ദര്യമുള്ളവനെന്ന് കണ്ട അവനെ പോറ്റി വളർത്താ സ്വർഗം അത് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടായിരുന്നു. ഇന്ന് ഞാൻ പറയാം, നിനക്ക് എവിടെയൊക്കെയോ നിന്റെ കണ്ണിന്റെ മറവിൽ സ്വർഗം ചില ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ നിനക്ക് കാണാനില്ലെങ്കിലും ആമേ സ്തോത്രം, ശത്രുവിന്റെ മുമ്പേ കാണുവാൻ അവന്റെ മുമ്പിൽ നിന്നെ ജീവിപ്പിപ്പാ സ്വർഗം എന്തൊക്കെയോ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. സ്തോത്രം. അവൻ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, പക്ഷെ ഞാനിതിവിടെ അവസാനിപ്പിക്കുക. സമയം വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ചിലത് കർത്താവിന്റെ പ്രവൃത്തി നിവൃത്തിയാകുവാൻ ചിലതൊക്കെ സംഭവിക്കും. ആമേൻ. പിതാവ് പറഞ്ഞതുപോലെ ഇതൊരു പ്രതിഭാസത്തിലൂടെ, ഒരു സൈക്കിളിലൂടെ കർത്താവ് ചിലത് ചെയ്യും. ഒരു സുപ്രഭാതത്തിൽ മുട്ടി മുളയ്ക്കത്തില്ല, ചില പ്രോസസ്സിങ്ങിലൂടെ ഞാൻ ഇന്നാളും പറഞ്ഞതാ, ചില പ്രോസസ്സിങ്ങിലൂടെ പോകുന്നതിനെ സൗന്ദര്യമുള്ളൂ. ചില പ്രോസസ്സിങ്ങിലൂടെ മുമ്പോട്ട് പോയാൽ ഒരു ഫിനിഷിങ്, ഒരു പൂർണ്ണതയുള്ളൂ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാൻ ചിലത് സംഭവിക്കും. ഇന്ന് എനിക്ക് പറയാനുള്ളതൊന്നുമല്ല, നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ ചെയ്തെടുക്കാൻ, ചിലത് നിവൃത്തിയാകുവാൻ ചിലത് സംഭവിച്ചാലും ആടിയുലയരുത്. സ്തോത്രം. ആമേ. തകർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. പ്രതിസന്ധികളെ നോക്കി പറ, എൻ്റെ കർത്താവിന് എന്തൊക്കെയോ എനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. ആമേൻ. വേദന അതികഠിനമായി മുമ്പോട്ട് വരുമ്പോഴും പറയണം, എൻ്റെ കർത്താവിന് എനിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യാനുണ്ട്. വായിക്കേണ്ട യോശുവ പ്രവചന പുസ്തകം 21:45 വാക്യത്തിൽ പറയുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി.